സിനിമാ ലൊക്കേഷനിലെ ലഹരി ഉപയോഗം തടയാൻ 7-അംഗ സമിതി രൂപീകരിച്ച് ഫെഫ്ക. നിരോധിത ലഹരിയുടെ വ്യാപനം സിനിമാ മേഖലയിൽ പടരുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പടരുന്നത്, സിനിമാ രംഗത്ത് പടരുന്നത് ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ കൺവെൻഷനിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അത്തരത്തിലുള്ളൊരു സമീപനമായിരിക്കും ഫെഫ്ക തുടർന്ന് എടുക്കുന്നത്. റിയ ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. റിയ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം, അതിൻ്റെ ചർച്ചകൾ, പരിശോധനകളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ എന്താണ്, വീണ്ടും അത് വളരെ സജീവമായി തന്നെ എടുത്ത് പാളിച്ചകളില്ലാതെ മുന്നോട്ട് പോകും എന്നുറപ്പാക്കുകയാണോ സിനിമാ സംഘടനകൾ? ദിവേഷ്, ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോഴാണ് ഫെഫ്ക തന്നെ ഔദ്യോഗികമായി തങ്ങളൊരു ജാഗ്രതാ സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന പ്രഖ്യാപനം നടത്തുന്നത്. ജാഗ്രതാ സമിതിയിൽ 7 പേരാണ് ഉണ്ടാവുക. അതാത് സിനിമാ ലൊക്കേഷനുകളിലെ ഡയറക്ടർ, പ്രൊഡക്ഷൻ കൺട്രോളർ, ഈ 2 പേർ നിർബന്ധമായും ആ ജാഗ്രതാ സമിതിയിൽ ഉണ്ടാകും. അതുകൂടാതെ സാങ്കേതിക മേഖലയിൽ നിന്നുള്ള, ക്യാമറ മേഖലയിൽ നിന്നുള്ള ആളുകളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ജാഗ്രതാ സമിതി എന്ന രൂപീകരണത്തിലേക്കാണ് ഫെഫ്ക എത്തിയിരിക്കുന്നത്. എക്സൈസുമായി ഒരു കൂടിയാലോചന കൂടി ഈ സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എക്സൈസ്, കൊച്ചി സിറ്റി എക്സൈസ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ഈ ജാഗ്രതാ സമിതിയുടെ പ്രഖ്യാപനമൊക്കെ ഫെഫ്ക നടത്തുകയും ചെയ്തത്. പ്രധാനമായും ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത്, മുമ്പ് സിനിമാ സെറ്റുകളിലെയൊക്കെ പോലീസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ടായിരുന്നു. സിനിമാ മേഖലയിലെ സംഘടനകൾക്ക് വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അല്പം മയപ്പെട്ട് അങ്ങനെ ഒരു എതിർപ്പ് ഫെഫ്കയ്ക്കില്ല. പരിശോധന വേണമെങ്കിൽ അത് പോലീസിനാകാം, അവരാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യം ഫെഫ്ക ഒരിക്കൽ കൂടി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ഈ സമിതിയുടെ രൂപീകരണത്തിന് ശേഷം. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു സമിതി വന്ന സ്ഥിതിക്ക് ആ പരിശോധനകൾ കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ കൂടി ഫെഫ്ക മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങളൊക്കെ വന്ന സാഹചര്യത്തിലാണ് ആ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗം തടയാൻ എക്സൈസുമായി സംയുക്തമായി ചേർന്നൊരു ജാഗ്രതാ സമിതി ഫെഫ്ക തന്നെ ഇപ്പോൾ രൂപീകരിച്ചു. സിനിമാ മേഖലയിൽ